രാക്ഷസഗണത്തിൽപ്പെട്ട നിനക്ക് ഇത്ര അഹങ്കാരമാണെങ്കിൽ ദേവഗണത്തിൽപ്പെട്ട ഈ എനിക്ക് എത്രമാത്രം അഹങ്കാരമുണ്ടാകും? എന്നെ ഒന്നും ചെയ്യല്ലേ. എന്താ പേടിയാവുന്നുണ്ടോ? മരണത്തെ കൺമുന്നിൽ കാണുന്നുണ്ടോ? നീ കാണുന്നുണ്ടോ എന്ന്? എന്റെ ആദിശേഷനോടും നിങ്ങൾ ഇതൊക്കെയല്ലേ ചെയ്തിട്ടുണ്ടാവോ? പാവം അവൻ എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവോ എന്തോ. പക്ഷേ നിങ്ങൾക്ക് അതൊന്നും കണ്ട് ഒരു മനസ്സലിവും തോന്നിയതേ ഇല്ലല്ലോ. ഞങ്ങളുടെ ഗാന്ധർവ വിവാഹം കഴിഞ്ഞിട്ട് 1 മണിക്കൂർ പോലും തികഞ്ഞിരുന്നില്ല. അതിനുള്ളിൽ തന്നെ നിങ്ങൾ അവനെ എന്നിൽ നിന്നും പറിച്ചു കളഞ്ഞല്ലോ. എന്റെ ആദിശേഷന്റെ കണ്ണുകളിൽ എത്രയോ ആഗ്രഹങ്ങളുണ്ടായിരുന്നു, സ്വപ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം തന്നെ നിങ്ങൾ ഇല്ലാതാക്കി കളഞ്ഞല്ലോ. എന്ത് ദുഷ്ടന്മാരാണ് നിങ്ങൾ! എന്റെ ആദിശേഷനെ കൊന്നു കളഞ്ഞത് അഭിമാനത്തോടെ നിന്ന് പറഞ്ഞല്ലോ നീ. അതിൽ നീ സന്തോഷം കണ്ടെത്തിയില്ലേ? നിന്നെ കുറിച്ച് ഞാൻ വേറെന്തോ ആണ് വിചാരിച്ചത്. പക്ഷേ നീ ഇത്ര ക്രൂരനായിരുന്നോ? നാഗലോകത്തുള്ളവരെ എതിർക്കാൻ മാത്രം ധൈര്യശാലി അല്ല നീ. നീ വെറും ഒരു കുരയ്ക്കുന്ന നായ മാത്രമാണ്. ഒരു ശക്തിയുമില്ലാത്ത നിനക്ക് നാഗമാണിക്യത്തിന്റെ മേലെ ആഗ്രഹം. നാഗമാണിക്യം വേണോ അല്ലേ നിനക്ക്? ഇതെന്താണ് ദൈവമേ കാണുന്നത്? എത്ര വലിയ കാടായത്! വഴി എങ്ങനെ കണ്ടുപിടിക്കാനാ? മനസ്സിലാവുന്നുമില്ല. എന്താ ഇപ്പൊ ചെയ്യാ? വേണ്ട, എന്നെ എതിർക്കണ്ട. എന്തേ? നീ എന്നെ എന്ത് ചെയ്യും? എന്നെ പേടിപ്പിക്കാൻ നോക്കുന്നോ? നാഗലോകത്തുള്ളവരെ എതിർക്കാൻ മാത്രം ശക്തിയുണ്ടോ നിനക്ക്? എന്റെ ആദിശേഷനെ എന്റെ മടിയിൽ തന്നെ കിടന്ന് മരിക്കാനുള്ള ഇട വരുത്തിയില്ലേ നിങ്ങൾ? എന്റെ ആദിശേഷനെ കൊന്നു കളഞ്ഞവരെ ആരെയും ഞാൻ വെറുതെ വിടില്ല. ഒരുത്തനെയും വെറുതെ വിടില്ല. ഇന്ന് നിന്നിൽ നിന്നും സത്യം അറിയാതെ നാഗമാണിക്യം തിരികെ കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. പറ, എന്റെ ആദിശേഷനെ കൊന്നത് ആരൊക്കെയാണെന്ന് പറ. ഇല്ല, ഞാനത് പറയില്ല. അത് നീ എന്നോട് പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടുന്ന് ജീവനോടെ വിടില്ല. പറ. ഇല്ല, ഞാൻ അത് ഒരു കാരണവശാലും പറയില്ല. നീ അത് പറഞ്ഞാലും എന്നെ കൊല്ലും, പറഞ്ഞില്ലെങ്കിലും എന്നെ കൊല്ലും. അതുകൊണ്ട് ആദിശേഷനെ കൊന്നത് ആരാണെന്ന് ആരോടും തന്നെ ഞാൻ പറയില്ല. നാഗമാണിക്യം ഇപ്പൊ എവിടെയാണെന്നും ഞാൻ പറയില്ല. സർപ്പകോപം എന്താണെന്നും നാഗലോകത്തുള്ളവരെ എതിർത്താൽ എന്താ സംഭവിക്കുക എന്നുള്ളതിനും നീയൊരു ഉദാഹരണമായിരിക്കും. നിന്നെ ഞാൻ അത്രയ്ക്കും ക്രൂരമായി കൊന്നുകളയും. ഈ നാഗറാണി എന്നെ കൊല്ലാൻ നോക്കുന്നോ? എന്നെ കൊല്ലുന്നത് അത്ര എളുപ്പമാണെന്ന് കരുതിയോ? ഇപ്പോഴാണ് യഥാർത്ഥ യുദ്ധത്തിന്റെ ആരംഭം.
നിന്നെ ഞാൻ അയ്യോ അമൃത പറഞ്ഞ വഴി ഇത് തന്നെയായിരിക്കും. ഒരുപാട് പാമ്പുകളുണ്ട് ഇവിടെ. ദൈവമേ, രക്ഷിക്കണേ. അയ്യോ, ഒരു പാമ്പ് പോയല്ലോ എന്ന് കരുതി ഇരിക്കായിരുന്നു. ഇവിടെ ഇപ്പോ എന്തുമാത്രം പാമ്പുകളാ. ദൈവമേ, എന്താ ഇതൊക്കെ? എനിക്കൊന്നാമതേ പാമ്പെന്ന് പറഞ്ഞാൽ തന്നെ പേടിയാ. എന്തിനാ എനിക്ക് ഇങ്ങനെയുള്ള പരീക്ഷണമൊക്കെ തരുന്നേ? എന്താ ഇപ്പൊ ചെയ്യണ്ടേ? ഓ അയ്യോ, നാഗരാജാവേ, നാഗരാജാവേ, പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുതേ. നാഗരാജാവേ, നാഗരാജാവേ, ദയവ് ഇതെന്നൊന്നും ചെയ്യരുത് നാഗരാജാവേ. ഞാൻ എൻ്റെ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി ഇവിടേക്ക് വന്നതാ. നിങ്ങൾ ആരെയും ഞാൻ ഉപദ്രവിക്കില്ല. ഞാൻ എൻ്റെ ഭാര്യയെ സേഫായിട്ട് വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും അവളുടെ കൈകൊണ്ട് തന്നെ പാല് വെച്ച് തരാം. ഓക്കെ? ദയവ് ചെയ്ത് എന്നൊന്നും ചെയ്യരുത്, വിട്ടേക്കണേ പ്ലീസ്. ഇതെന്ത് പറ്റി? പാമ്പുകൾ ഇത്ര പെട്ടെന്നങ്ങ് പോയത്? എന്നെ കണ്ട് ഇനി പേടിച്ചുകൊണ്ടായിരിക്കും എന്തോ. അയ്യോ, ഇവിടെ നിന്ന് ആദ്യം തന്നെ ഒന്ന് പോണം. ഏയ് നാഗറാണി, നിന്നെ കൊല്ലാൻ എനിക്ക് ഒരു നിമിഷം മതി. എന്നിട്ട് ഞാനത് ചെയ്യാത്തതെന്താണെന്നറിയോ? നീ ചോദിച്ചതുപോലെ നാഗമാണിക്യം കട്ടെടുത്തത് ആരാണെന്ന് നിനക്കറിയണ്ടേ? നാഗമാണിക്യം മോഷ്ടിച്ചത് ആരാണെന്ന് നീ ചോദിച്ചില്ലേ? എങ്കിൽ കേട്ടോളൂ, നാഗമാണിക്യം കട്ടെടുത്തവർ നിന്റെ ചുറ്റും തന്നെയാണുള്ളത്. നിന്റെ സഹായത്തിനായി വന്ന നീലിയെ കൊന്നതും അവരാണ്. ഇപ്പോൾ നിന്നെ കൊല്ലാൻ തിരഞ്ഞു നടക്കുന്നതും നിന്റെ ചുറ്റിലുമുള്ളവർ തന്നെയാണ്. ആരത്? ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല, പറ. ആരത്? അത് പറഞ്ഞാൽ അവരോടൊക്കെ നീ ക്ഷമിക്കുമോ? നിന്റെ വൈരാഗ്യം വേണ്ടെന്ന് വെക്കുമോ? അവരോടെല്ലാം ഞാൻ ക്ഷമിക്കാം. എനിക്ക് നാഗമാണിക്യം മാത്രം മതി. പറ, ദയവേത് പറ, അവരാരാണ്? പറ. എന്താ, എന്തിനാ ചിരിക്കുന്നേ? ബേഷ്, ബേഷ് നാഗറാണി, ബേഷ്. നീ അപാര ബുദ്ധിശാലിയാണ്. ഉപായം കാണിച്ച് നാഗമാണിക്യം എന്റെ കയ്യിൽ നിന്നും തട്ടിയെടുക്കാൻ നോക്കുന്നു. നിനക്ക് നാഗമാണിക്യം മാത്രം മതിയോ? ആദിശേഷനെ കൊന്നവരോടുള്ള പ്രതികാരം വേണ്ട. എനിക്ക് നാഗമാണിക്യം മാത്രം മതി. എനിക്ക് ആരോടും തന്നെ പ്രതികാരം ചെയ്യണമെന്നില്ല. നീ എന്തുകൊണ്ടാണ് പ്രതികാരം വേണ്ടെന്ന് പറയുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിനക്കിപ്പോൾ നാഗമാണിക്യത്തിന്റെ ആവശ്യമുണ്ട്. നാഗമാണിക്യം കിട്ടിയാൽ നിനക്ക് നിന്റെ ആദിശേഷനെ തിരികെ കിട്ടും. എന്താ നീ പറയുന്നേ? ശിവാനി, നീ ഭൂമിയിലേക്ക് വന്നതിന്റെ ഉദ്ദേശം വെറും നാഗമാണിക്യത്തിന് വേണ്ടിയല്ല. നിന്റെ ഉദ്ദേശം ആദിശേഷനെ കണ്ടുപിടിക്കുക എന്നതാണ്. ആദിശേഷനോ?
ആദിശേഷൻ എവിടെയുള്ളത്? അവനെ നിങ്ങൾ എല്ലാവരും ചേർന്ന് കൊന്നു കളഞ്ഞില്ലേ? മതി, നിർത്ത് നിന്റെ നാടകം. എനിക്കെല്ലാ കാര്യങ്ങളും അറിയാം. നീ ഭൂമിയിലേക്ക് വന്നത് വെറും നാഗമാണിക്യത്തിനു വേണ്ടി മാത്രമല്ല. പുനർജന്മം നേടിയ ആദിശേഷനെ കണ്ടുപിടിച്ച് അവനിൽ ചേരുകയാണ് നിന്റെ ഉദ്ദേശം. ജസ്റ്റ് മിസ്. തീകോളോ? അയ്യോ, ഇതെന്താ സംഭവം? ശിവാനി, നീ ഈ കാര്യം ആരിൽ നിന്ന് വേണമെങ്കിലും മറച്ചു വെച്ചുകൊള്ളൂ. എന്നാൽ ഈ ത്രയംബകനിൽ നിന്ന് വേണ്ട. ഞാൻ കൊടുത്ത ചൂർണം കാരണം മരിച്ച ആദിശേഷന്റെ ആത്മാവ് ഭൂമിയിലേക്ക് വന്നു. അത് വേറെ എവിടെയുമല്ല, ദിഗ്വിജയന്റെ വീട്ടിൽ ജനിച്ച കുട്ടിയിലേക്കായിരുന്നു. നീ അന്ന് ചെറിയ കുട്ടിയുടെ രൂപത്തിൽ അവരുടെ വീട്ടിലേക്ക് വന്ന് കയറി. എന്നാൽ നിനക്ക് ആദിശേഷൻ ആരാണെന്ന് മനസ്സിലാക്കുവാൻ അന്ന് കഴിഞ്ഞിരുന്നില്ല. അതിന്റെ കാരണം ആ വീട്ടിൽ ഒരേ സമയം ജനിച്ച 2 കുട്ടികളായിരുന്നു. ഒരാൾ ത്രിവിക്രമൻ, മറ്റൊരാൾ തൃശൂരൻ. നീ ആ 2 പേരിൽ ആദിശേഷൻ ആരാണെന്ന് കണ്ടുപിടിക്കുമ്പോഴേക്കും എന്റെ കയ്യിൽ വന്നകപ്പെട്ടു. അന്നാണ് നിന്നെ ഞാൻ 14 വർഷത്തെ ദിഗ്ബന്ധനത്തിൽ അടച്ചത്. അവിടെ നിന്ന് നീ രക്ഷപ്പെട്ടു വന്നു. വീണ്ടും ആദിശേഷനെ കണ്ടുപിടിക്കുവാൻ നീ പ്രയത്നിച്ചു. എനിക്കുറപ്പുണ്ട്, പുനർജന്മം കിട്ടിയ ആദിശേഷൻ ആരാണെന്ന് നിനക്കറിയാം. പറയൂ, അവൻ ആരാണ്? പറയൂ. ഇല്ല, എനിക്കറിയില്ല. കള്ളം. ഈ കാലയളവിൽ നീ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആരാണെന്ന് പറയൂ. ഇല്ല, ഞാൻ പറയില്ല. പറയൂ. പറയാൻ. ഇല്ല, ഞാൻ പറയില്ല. ഞാനത് പറഞ്ഞ എന്റെ ആദിശേഷനെ നീ എന്തെങ്കിലും ചെയ്തു കളയും. അതുകൊണ്ട് ഞാൻ പറയില്ല. നീ പറയാതെ പോയാൽ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് കരുതിയോ? ഞാൻ ഇന്ന് നിന്നെ മാത്രമേ കൊല്ലുകയുള്ളൂ എന്ന് കരുതിയോ? നിന്റെ ഒപ്പം അവനെയും ഞാൻ ഇല്ലാതാക്കും. കഴിഞ്ഞ ജന്മത്തിൽ ഞാനാണ് നിങ്ങളെ തമ്മിൽ അകറ്റിയത്. ഈ ജന്മത്തിലും ഞാൻ തന്നെ നിങ്ങളെ തമ്മിൽ അകറ്റും. ആദിശേഷനെ ഞാൻ സർവനാശം വരുത്തും. നാഗലോകത്തെ യുവരാജാവിനെയും യുവറാണിയെയും ഇന്ന് തന്നെ ഞാൻ സംഹരിക്കും. ഏയ്! 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 നീ എന്റെ ആദിശേഷനെ കൊല്ലോ? എന്റെ ആദിശേഷനെ കൊല്ലോന്ന്? കഴിഞ്ഞ ജന്മത്തിൽ എന്റെ ആദിശേഷനെ പറ്റിച്ചില്ലാതാക്കിയവനല്ലേ നീ? എന്നാ എനിക്ക് തന്ന വാക്ക് പാലിക്കാനായി അവൻ പുനർജന്മം എടുത്തു വന്നു. ഞാനും അവനെ കണ്ടെത്താനായിട്ടാണ് ഭൂമിയിലേക്ക് വന്നത്. 23 വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവനെ വീണ്ടും കണ്ടുമുട്ടി. എന്നാ അവനെ നീ വീണ്ടും കൊല്ലുമെന്നാണോ പറയുന്നത്? നാഗമാണിക്യത്തിന് മേൽ കണ്ണുവെച്ച് നാഗലോകത്തുള്ളവരുടെ വൈരാഗ്യം നീ നേടി. എല്ലാം ക്ഷമിക്കാം. എന്നാൽ എന്റെ പ്രണയം നിങ്ങളോടൊക്കെ എന്ത് തെറ്റാ ചെയ്തത്? എന്റെ പ്രണയത്തെ എന്തിനാണ് പറിച്ചു മാറ്റിക്കളഞ്ഞത്? ആദിശേഷനെയും എന്നെയും എന്തിനാണ് അകറ്റി കളഞ്ഞത്? ആദിശേഷന്റെ അവസാന ശ്വാസം ഇനിയും എന്റെ കാതിൽ നിന്നും മാഞ്ഞിട്ടില്ല. എന്നിട്ടിപ്പോ വീണ്ടും അവനെ കൊല്ലാൻ വേണ്ടി നീ പ്രയത്നിക്കുന്നോ? ഇല്ല, എനിക്കിത് സഹിക്കാൻ പറ്റില്ല. എന്നെയും ആദിശേഷനെയും തമ്മിൽ അകറ്റാൻ ഇനി ആർക്കും തന്നെ സാധിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടേത് പവിത്രമായ ബന്ധമാണ്, ജന്മജന്മാന്തര ബന്ധമാണ്.
തോറ്റുപോയ നിനക്കിത്ര ധൈര്യമുണ്ടെങ്കിൽ വിജയിച്ചിരിക്കുന്ന എനിക്ക് അത്ര തന്നെ ശക്തി ഉണ്ടാകും. ശിവാനി, ഇച്ഛാധാരി നാഗറാണി, എന്റെയും നിന്റെയും വൈരാഗ്യത്തിന്റെ അവസാനം അടുത്തു. പറ്റുന്നില്ല, എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. അമ്മേ, അഗ്നിഗോളങ്ങൾ കാരണം ശരീരമൊക്കെ ആകെ വയ്യാണ്ടേ. വല്ലാതെ ദാഹിക്കുന്നു. എന്താ ഇപ്പൊ ചെയ്യാ? അയ്യോ, എന്താ ഇപ്പൊ ചെയ്യാ? അയ്യോ അമൃത, നീ പറഞ്ഞതൊക്കെ സത്യ. ഒരുപാട് കഷ്ടമുള്ള വഴിയാ. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ആ നാഗാസ്ത്രം എങ്ങനെ കൊണ്ടുവരാനാ? ഇല്ല, ഞാനത് കൊണ്ടുവന്നേ മതിയാവൂ. ശിവാനി എനിക്ക് രക്ഷിച്ചേ മതിയാവൂ. അമ്മേ, അമ്മേ, ശിവാനി. മരണത്തിന്റെ അവസാന നിമിഷത്തിലും ആദിശേഷന് വേണ്ടി വാദിക്കുന്നു. ആഹാ, നിങ്ങളുടെ പ്രണയം യഥാർത്ഥം തന്നെയാണ്. നിങ്ങളെ പോലുള്ള പ്രണയ ജോഡികളെ ദൂരേക്ക് അകറ്റിയത് എന്റെ ആവശ്യമായിരുന്നു. എന്റെ അപാരമായ ശക്തി കൊണ്ടുള്ള നിന്റെയും ആദിശേഷന്റെയും മരണം ഒരു പാഠമായിരിക്കട്ടെ. നാഗലോകത്തുള്ളവർ ഇനി ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് 100 തവണ ആലോചിച്ചിട്ട് വേണം. നിങ്ങൾ രണ്ടുപേരും ഇല്ലാതായി കഴിഞ്ഞാൽ നാഗമാണിക്യം തേടി പിന്നെ ആരും തന്നെ വരില്ല. നാഗമാണിക്യം പൂർണ്ണമായും എന്റെ കൈകളിലാവും. ഈ ഭൂമണ്ഡലം മുഴുവനും എന്റെ കൈപ്പിടിയിലാക്കും. ഏയ്, ആദിശേഷൻ, ആദിശേഷൻ, എന്റെ ഈ 2 കാതുകളിലും അത് മുഴങ്ങിക്കേൾക്കുന്നു. അവന്റെ പേരിനി പറയരുത്. ഏയ് നാഗറാണി, നീ ആദിശേഷൻ എന്ന് വിളിച്ചാൽ ഉടനെ അവനിവിടെ പ്രത്യക്ഷപ്പെടാൻ പോകുന്നില്ല. ഇനിയും നിന്നെ രക്ഷിക്കുക എന്നുള്ളത് ആരാലും സാധ്യമല്ല. ഇത് ത്രയംബകന്റെ ദിനമാണ്. നാഗറാണി, നിന്റെ അവസാന നാളുകൾ അടുത്തു കഴിഞ്ഞു. നീ അത്ര എളുപ്പത്തിൽ മരിക്കണ്ട. നീ ഇങ്ങനെ മരിച്ചുപോയാൽ നാഗലോകത്തുള്ളവരെല്ലാവരും അറിയും. അതുകൊണ്ട് തന്നെ നിന്നെ സമ്പൂർണമായി വശീകരിച്ചിട്ട് ഒരു സാധാരണ മനുഷ്യ സ്ത്രീയാക്കി അതിനുശേഷം ഞാൻ കൊന്നുകളയും.